ഗൈസ്, അപ്പൊ രാവിലെ ഞാനും എന്റെ അമ്മയും കൂടെ നമ്മുടെ റാന്നിയില് സബ്ജില്ല കലോത്സവം നടക്കുന്നുണ്ട്, എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. അപ്പൊ അങ്ങോട്ട് പോകാൻ പറഞ്ഞ് രാവിലെ പോയത്. ഞാൻ പഠിച്ചിറങ്ങിയ സ്കൂളായതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ്, ടീച്ചേഴ്സിനൊക്കെ കാണാമെന്ന് പറഞ്ഞ് പോയത്. അതിന്റെ ക്യൂട്ട്നെസ് ഒക്കെയാണ് ഞാൻ വരി വിതറിയത്. അപ്പൊ ഞാൻ ആ സ്കൂളിലോട്ട് പോകുന്ന കുറച്ച് വിശേഷങ്ങൾ, അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ സത്യം പറഞ്ഞ സ്കൂളിൽ കയറി ചെന്ന് നമ്മുടെ ഈ പാലമൊക്കെ ഇങ്ങോട്ട് കയറി ചെന്നു ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ കുറെ വഴക്കടിച്ചും കുറെ സൗഹൃദപ്പെട്ടും അങ്ങനെ കുറെ അധികം നല്ല ഓർമ്മകൾ ആ പാലത്തിലുണ്ട് കേട്ടോ. വെച്ചാൽ നമ്മൾ നടന്നു പോകുന്ന സ്കൂളിലോട്ട് നടന്നു പോകുന്ന വഴിയൊക്കെ കാണും ഭയങ്കര മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറെ വർഷങ്ങളായി വഴി കൂടെ ഒക്കെ പോയിട്ട്. അങ്ങനെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്കൂളിന് ഒരുപാട് മാറ്റങ്ങൾ. സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് സ്കൂളേ ആയിരുന്നില്ല, ഒത്തിരി മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എന്റെ കുറെ ടീച്ചർമാരെ ഞാൻ കണ്ടു. ഒരു ടീച്ചറിനെ ഞാൻ കണ്ടു, ടീച്ചറാണ് ആൻസി ടീച്ചർ. അപ്പൊ ഞാൻ കലോത്സവം നടന്ന സമയത്ത് ടീച്ചർ ഞങ്ങളോട് ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയാ, ഞാൻ പഠിച്ചിറങ്ങിയ സമയത്തായിരുന്നു. ആ സമയത്ത് സ്കൂളിൽ കലോത്സവം ലാസ്റ്റ് വന്നത്, അതായത് സബ് ജില്ലാ കലോത്സവം വന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പോഴായിരുന്നു. അപ്പം ആ ഒരു ഓർമ്മ സത്യം പറഞ്ഞ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇതിലൊരു വേദിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. അപ്പൊ കുറെ ടീച്ചർമാരെ ഞാൻ കണ്ടു. പക്ഷെ കുറെ പേരോടൊന്നും മിണ്ടാൻ പറ്റില്ല, കുറെ പേരൊന്നും കാണാൻ പറ്റിയില്ല. കണ്ട കുറെ പേർക്കാണെങ്കിൽ എന്നെ ഓർമ്മ വന്നു. വെച്ചാൽ ഇത്രയും വർഷം ഇറങ്ങിയിട്ട് അപ്പോ എന്നെ ഓർക്കുന്നോന്ന് എനിക്ക് വലിയ പിടുത്തില്ലായിരുന്നു. പക്ഷെ എന്നെ ഓർത്തിരുന്നപ്പം എനിക്ക് സന്തോഷമായി. ഞാൻ അവരെ കാണുന്നപ്പം അവർക്കും വളരെയധികം സന്തോഷമായി. അതല്ലെങ്കിലും അങ്ങനെ ആണല്ലോ, നമ്മുടെ പഴയ സ്കൂളിൽ പഠിച്ച സ്കൂളിൽ വീണ്ടും ചെന്ന് അവിടുത്തെ ടീച്ചർമാരെല്ലാം കാണുക, അവരോട് മിണ്ടുക, അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന കാര്യമായിട്ടോ. പിന്നെ കലോത്സവം അതെന്നും നമുക്കൊരു ഹരമാണ്. വെച്ചാൽ എനിക്ക് എത്ര വയസ്സുണ്ടെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര, നമുക്ക് പ്രായം കുറഞ്ഞൊരു ഫീലാണ്. അങ്ങനെ ഞാൻ എന്റെ ഇന്നത്തെ കഥകൾ അവസാനിപ്പിക്കും.